friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് പഞ്ചസാര, ഒരു ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂണ് ഈസ്റ്റും ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. അതിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് 1.5 കപ്പിന് ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. വെള്ളം നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെയും കാട്ടിൽ കുറച്ചുകൂടി ഒരു ലൂസിൽ കുഴച്ചെടുക്കുക മാവ്. വെള്ളം മുഴുവനായിട്ട് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് പാകത്തിനാക്കി എടുക്കുക. ഇനി ഞാൻ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയാണ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് ഡബിൾ ആയി കിട്ടി, നമ്മൾ ഈസ്റ്റ് ഇട്ടതല്ലേ. അപ്പോൾ നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ അതിന് മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ മാവൊക്കെ അവിടെ റെഡി ആയി വരുമ്പോഴത്തേന് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1.5 കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഞാൻ ആ മാവിനുള്ള മസാല ഫില്ലിംഗ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ പേസ്റ്റാക്കി അവിടെ മാറ്റി വെക്കാം. ഇത് ഞാൻ ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഈ ടൈമിൽ ബീഫ് വേണമെങ്കിൽ എടുക്കാം. ഞാനവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, ചെറിയ പീസസ് ആക്കി എടുക്കുക. അപ്പോൾ സവാളയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചൂടായതിനു ശേഷം സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ടൈമിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ മാവിലും ചേർത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ചേർക്കട്ടോ, ആവശ്യത്തിന് മാത്രം. അത് സവാള ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ലാസ്റ്റ് ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ചേർത്ത് നല്ലൊരു ഫ്ലേവർ ആവും. അപ്പം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് വഴന്നതിന് ശേഷം നമുക്ക് മസാല പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടി, കുറച്ച് ഗരം മസാല പൗഡറും 1/4 ടീസ്പൂണ്. അതൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ആയതിനു ശേഷം ഞാൻ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ചിക്കനും ജസ്റ്റ് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക.
ഈ ടൈമിൽ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഞാൻ മാവൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതൊക്കെ നല്ലപോലെ ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു ബോൾസ് തന്നെ ആക്കട്ടെ. ഈ ഒരു വലുപ്പത്തിലാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 കപ്പ് പൊടിയിൽ ഞാനൊരു 10 ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഓയിലോ ഒക്കെ ആക്കി ഒന്ന് പരത്തിയെടുക്കാം. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓയിലൊന്നും ആക്കിയിട്ടില്ല. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടി നോക്കട്ടെ. അതേപോലെ കുറച്ച് വീതിയിൽ മതി, നീളത്തിലാണ് കൂടുതൽ വേണ്ടത്. നമ്മൾ റോൾ ചെയ്തെല്ലാം എടുക്കണത്, അപ്പോൾ നീളത്തിൽ പരത്തിയെടുക്കാൻ നോക്കാം. എന്നിട്ട് ഫില്ലിങ് ഇട്ടിട്ട് 2 എഡ്ജും ഒട്ടിച്ച് കൊടുക്കുക. ഈ ടൈമിൽ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഇവിടേക്കൊന്ന് ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പ് ആയിട്ടുണ്ട്. ചിക്കൻ റോളിൻ്റെ അതേ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഓരോന്നും അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ടും പരത്തണ്ട, നല്ല തിക്കായിട്ടും പരത്തണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പരത്തിയെടുക്കുക. ഒരു മീഡിയം കട്ടിയിൽ കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. മറ്റേത് ഒന്നും കൂടി പൊന്തി വരും. നമ്മുടെ ഈസ്റ്റ് ഇട്ടത് കൊണ്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഒന്നും കൂടി പൊന്തി വരും. അതുകൊണ്ട് അധികം കട്ടിയില്ലാതെയാണ് നല്ലത്. എന്നാൽ തീരെ തിന്നാക്കും വേണ്ട. അങ്ങനത്തെ രീതിയിലെടുക്കും.
ഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ, അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കോട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 കോട്ടിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഒന്നിങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിലിടുക. അങ്ങനെ 2 കോട്ടിങ് ചെയ്യാതെ കൂടുതലൊന്ന് ക്രിസ്പിയായി പുറമൊക്കെ നല്ലൊരു ഫില്ലായി നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇടാൻ നേരത്ത് ഞാൻ മീഡിയം ഫ്ലെയിമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് പെട്ടെന്ന് പുറം ഭാഗം നല്ല ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമൊക്കെ ആക്കുക കേട്ടോ ഫ്ലെയിം. അപ്പോൾ ഞാൻ ആദ്യം നല്ല ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് പിന്നെ ഞാൻ മീഡിയം ഫ്ലെയിമൊക്കെ ആക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഉള്ളൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടും ചെയ്യും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ദാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്.
അപ്പോൾ ദാ നമ്മുടെ എല്ലാ ചിക്കൻ റോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളൊന്ന് കാണാം. അപ്പോൾ ദാ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ള നല്ല സോഫ്റ്റാണ്, ബന്ന് പോലെ ആയിട്ടുണ്ട് ഈസ്റ്റ് ഇട്ട് വന്നിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.